അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച ചരിത്രമാണ് വൈക്കത്തിൻ്റേത്. ലോകമുറ്റുനോക്കിയ വൈക്കം സത്യാഗ്രഹം നടന്ന ഈ മണ്ണ് നവോത്ഥാന ചിന്തകളുടെയും വിപ്ലവ വീര്യത്തിന്റെയും വിളനിലമാണ്. ജാതി വിവേചനങ്ങൾക്കെതിരെയും സാമൂഹിക നീതിക്ക് വേണ്ടിയും വൈക്കമുയർത്തിയ ആ പോരാട്ട വീര്യം ഇന്നും ഈ നാടിന്റെ രാഷ്ട്രീയ ബോധത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. കായലോരത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും കർഷക തൊഴിലാളികളുടെയും കരുത്തുറ്റ ഈ മണ്ണിലേക്കാണ് സമരവീഥികളിലെ യുവരക്തമായ സഖാവ് പി പ്രദീപ് തന്റെ കന്നി അംഗത്തിനൊരുങ്ങുന്നത്. അതിജീവനത്തിന്റെ പോരാട്ടങ്ങളിൽ സാധാരണക്കാരന്റെ കരുത്തായി മാറിയ യുവനേതാവ്. വൈക്കത്തിന്റെ മണ്ണിൽ ജനകീയ രാഷ്ട്രീയത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കാൻ സഖാവ് പി പ്രദീപ് ജനവിധി തേടുകയാണ്. യുവജന പോരാട്ടങ്ങളിലൂടെയും സംഘടനാ മികവിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ സഖാവ് പ്രദീപ് വൈക്കത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ നിയമസഭയിലേക്ക് പൊരുതാൻ ഒരുങ്ങുന്നു. ഇത് യുവത്വത്തിന്റെ ആവേശമാണ്, വൈക്കത്തിന്റെ പ്രതീക്ഷയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വിപ്ലവ വീര്യവുമായാണ് സഖാവ് പി പ്രദീപ് പൊതുരംഗത്തേക്ക് കടന്നുവരുന്നത്. AISF-ിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം AIYF-ന്റെ ചാലപ്പറമ്പ് യൂണിറ്റ് സെക്രട്ടറി മുതൽ വൈക്കം ടൗൺ മേഖലാ സെക്രട്ടറി, വൈക്കം ടൗൺ മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ പദവികളിൽ തിളങ്ങി. AIYF-ന്റെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച കാലയളവിൽ യുവജനങ്ങളുടെ അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നയിച്ചു. ഈ സമരവീര്യമാണ് ഇന്ന് അദ്ദേഹത്തെ വൈക്കത്തിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയാക്കുന്നത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ അദ്ദേഹം നിലവിൽ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ്, AIDRM ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് സാധാരണക്കാരായ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നു. അധ്വാനിക്കുന്ന വർഗത്തിന്റെ ശബ്ദം ഭരണകൂടത്തിന്റെ കാതുകളിലെത്തിക്കാൻ പ്രദീപിനുള്ള അർപ്പണബോധം സമാനതകളില്ലാത്തതാണ്. പരേതനായ പൊന്നപ്പന്റെയും അമ്മിണിയുടെയും മകനായി ജനിച്ച സഖാവ് പ്രദീപ് ചാലപ്പറമ്പ് TKM സ്കൂൾ, വല്ലകം സെന്റ് മേരീസ് സ്കൂൾ, തലയോലപ്പറമ്പ് DB കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കളമശ്ശേരി ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. ശ്രീജയാണ് ജീവിത പങ്കാളി. അനിഷ്ക, ബദരിനാഥ് എന്നിവർ മക്കളാണ്. കുടുംബത്തിന്റെ പിന്തുണയും ജനങ്ങളുടെ സ്നേഹവുമാണ് പ്രദീപിന്റെ ഏറ്റവും വലിയ കരുത്ത്. വൈക്കത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ഇദ്ദേഹത്തിന്റെ നേതൃത്വം അനിവാര്യമാണ്. കാർഷിക തൊഴിൽ മേഖലകളുടെ ഉന്നമനത്തിനും യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്കും വൈക്കത്തിന്റെ സമഗ്ര വികസനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനിവാര്യമാണ്. വികസനം തുടരാനും സാധാരണക്കാരന്റെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങാനും പ്രദീപിന്റെ സാന്നിധ്യം വൈക്കത്തിന് മുതൽക്കൂട്ടാകും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം വൈക്കം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത വികസന വിപ്ലവത്തിനാണ്. LDF സർക്കാരിന്റെ ജനകീയ ബദൽ നയങ്ങൾ മണ്ഡലത്തിന്റെ ഓരോ കോണിലും പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വിജ്ഞാനവും ആരോഗ്യവും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്ന മാതൃകാ മണ്ഡലമായി വൈക്കം മാറി. വ്യവസായ ടൂറിസം മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ലൈഫ് പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വീട് ലഭിച്ചതും കുടിവെള്ള വിതരണത്തിലും കൃഷിക്കുമായി കോടികൾ ചെലവഴിച്ചതും വൈക്കത്തിന്റെ സാമൂഹ്യ സുരക്ഷാ അടിത്തറ ഭദ്രമാക്കി. വികസന പെരുമഴ പെയ്ത കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന്റെ ഇടതുപക്ഷ ഭരണകാലത്ത് വൈക്കം നിയോജക മണ്ഡലത്തിൽ 2623 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കാനായത്. സഖാവ് CK ആശ നയിച്ച ഈ വികസന തുടർച്ച ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ നേതൃത്വം അനിവാര്യമാണ്. വിശ്വസിക്കാം ഈ യുവത്വത്തെ, കൂടെ നിൽക്കാം ഈ വികസന കുതിപ്പിന്.